ഹലോ ഗായ്സ്, ജസ്റ്റ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇഷാൻ. ഇന്ന് അടിപൊളി ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്ന്, അതും നല്ല ചെമ്മി അച്ചാറിൻ്റെ. അപ്പം എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. ഫസ്റ്റ് നമ്മൾ ഉരുളിയിലേക്ക് നമ്മുടെ എള്ളെണ്ണ പാർന്നു കൊടുത്തന്നെ. എണ്ണ ചൂടായി വന്നാൽ നമ്മൾ അതിലോട്ട് നമ്മുടെ ചെമ്മി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് തോനെ അച്ചാർ ഉണ്ടാക്കാനുള്ളതുകൊണ്ട് കുറച്ച് അധികം ചെമ്മി ഉണ്ട്. അപ്പോൾ ഇത് മുഴുവൻ പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര തോനെ എണ്ണ പാർന്നത്. നമുക്ക് എത്ര ചെമ്മി ഉണ്ടോ അത്ര ക്വാണ്ടിറ്റിയിൽ മാത്രം മതി എണ്ണ. അപ്പോൾ എണ്ണ അതിലോട്ട് പാർന്ന് നമ്മൾ കഴുകി ഫ്രഷ് ചെയ്ത് വെച്ചതാട്ടോ ഈ ചെമ്മി. അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി റെസിപ്പീസിന് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനലായ ഇഷാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ എല്ലാ ചെമ്മിയും നമ്മൾ ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെമ്മി അധികം വേവാൻ പറ്റില്ല കേട്ടോ. ഒരു ഹാഫ് വേവ് മാത്രമേ നമ്മുടെ അച്ചാർ, ഒരു ഹാഫ് അല്ല, ഒരു മീഡിയം ലെവലിലും, അത് നല്ല വേവും ഇല്ല എന്നാൽ അധികം വേവാതെ ഇരിക്കില്ല. അപ്പോൾ ഈ ഒരു ഇതായപ്പോൾ ഞങ്ങൾ അവസാനം നമ്മുടെ ചെമ്മി ഒന്ന് പൊരിച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. കാരണം നമുക്കിനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനി അച്ചാറിടുക. അതുകൊണ്ട് നമ്മൾ എണ്ണയൊക്കെ ആ പാത്രത്തിൽ തന്നെ ഊറ്റിയെല്ലാം നമ്മളിങ്ങനെ പോക്കുന്നുണ്ട്. അപ്പം ഞങ്ങളത് കോരിക്കാണ്ട് ഓട്ടപാത്രത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള എണ്ണ പാത്രത്തിലും കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാ ചെമ്മി നമ്മൾ കോരിയെടുത്തു. പിന്നെയാണ് ഞാൻ രണ്ടാമത്തെ ദിവസമായിട്ട് ഈ വീഡിയോ എടുക്കണേ. അപ്പോൾ ഇതിലോട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ ഇന്നലെ പൊരിച്ച് വെച്ചതാണ് പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, കാശ്മീരി, അച്ചാർ പൊടി, ഉപ്പ്, വെളുത്തുള്ളി, മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, കാശ്മീരി ചില്ലി. അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തത്. ഇത് ഇന്നലെ നമ്മൾ പൊരിച്ച് വെച്ച ചെമ്മിയുടെ എണ്ണയാണ്. ആ എണ്ണ ഒന്ന് ചൂടായി അപ്പോൾ നല്ലോണം ചൂടായിണല്ലോ. ഇനി നമ്മൾ അതിലോട്ട് ഫസ്റ്റ് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് നന്നായി ഒന്ന് പൊട്ടി വന്നതിൻ്റെ ശേഷം നമ്മൾ അതിലോട്ട് കടുക് നല്ല പൊട്ടിയിട്ട് അതിലോട്ട് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തേണ്. അതിന് ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കും. ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കളർ ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറുന്നത് വരെ നമ്മൾ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. കണ്ടോ. അപ്പോൾ ഈ കളറായതിൻ്റെ ശേഷം നമ്മൾ അതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം തന്നെ നമ്മൾ അതിലോട്ട് നമ്മുടെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. കരിവേപ്പിൻ്റെ ഇല ഇട്ട് നന്നായി ഒന്ന് ഇളക്കുക. നന്നായി ഇളക്കി ഇതൊന്ന് യോജിപ്പിക്കുക. ഈ കരിവേപ്പിൻ്റെ ഇലയും മുളകും കൂടി നന്നായി ഒന്ന് എണ്ണയിലും ഇതൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പൊടികൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറയ്ക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, അച്ചാറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. നമ്മൾ കുറച്ച് മുളക് പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ പൊടികൾ ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ഇടുമ്പോൾ എന്തിനോണ്ടാണ് ഫ്ലെയിം കുറയ്ക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ പൊടികൾ കരിഞ്ഞു പോയി അച്ചാറിന് കരിഞ്ഞ ചോയ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ വറ്റി പൊടി മാത്രമായി വരും. ഇതും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചെമ്മി അച്ചാറിന് മാത്രമേ ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഈ ചില്ലി ഫ്ലേക്സ് ഇട്ട് പിന്നെ നമ്മൾ അതിലോട്ട് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നത് അച്ചാറിന് നല്ല നിറം കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഉപ്പാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇനി ഇത് നോക്കിയിട്ട് ഇത് ഇത്ര ഉപ്പ് പോരെങ്കിൽ നമ്മൾ ഇനി ഉപ്പിട്ട് കൊടുക്കും. ഇപ്പോൾ കണ്ട പൊടികളൊക്കെ ഇട്ടപ്പോൾ എണ്ണയൊക്കെ വറ്റി ആ പൊടികൾ മാത്രമേ വരും. പിന്നെ ഈ ടൈമിൽ നമ്മൾ ഇതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യത്തിന് ചെമ്മീൻ്റെ നമുക്ക് വേണ്ട അത്ര ചെമ്മീൻ നമുക്ക് ഇട്ട് കൊടുക്കും. എല്ലാ അച്ചാറിനും ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് അച്ചാറിൻ്റെ ഇതിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇട്ടുകൊണ്ട് ഈ മസാല നല്ലോണം ഈ ചെമ്മീനൊന്ന് പിടിപ്പിച്ചെടുക്കുക. അതിന് വേണ്ടി നമ്മൾ നല്ലോണം ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അച്ചാറെന്ന് വെച്ചാൽ ഈ അച്ചാറിന് ടേസ്റ്റ് കിട്ടണമെങ്കിലൊക്കെ ഇങ്ങനെ ഓരോരോ കുഞ്ഞി ട്രിക്സ് ഒക്കെ ഉണ്ട്. കാരണം ഈ പൊടികൾ ഇത്ര അളവ് ഞാൻ വലിയമ്മച്ചിക്ക് പിന്നെ കയ്യളവാട്ടെല്ലും. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മളപ്പം ഫ്ലെയിം കുറച്ചും കൂടി കൂട്ടിയതിൻ്റെ ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലോട്ട് വിനീഗർ ഒഴിച്ച് കൊടുക്കുകയാണ്. വിനീഗർ അത്യാവശ്യം നമ്മൾ അച്ചാറിൻ്റെ ഒരു ഇതാണ് വിനീഗർ. കാരണം നമ്മളിനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ വിനീഗർ ഇതൊന്നാകെ പിടിച്ച് നമ്മുടെ ഇതിൽ വിനീഗർ ഇല്ലാതാവുമ്പോൾ നമ്മൾ പിന്നെ ഇതിലോട്ട് വിനീഗർ പാരും. പിന്നെ നമ്മൾ അച്ചാർ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എണ്ണ ഇതിലോട്ട് പാർന്നു കൊടുക്കുന്നത്. ആരും എണ്ണ ഇതിലുണ്ടായാൽ അച്ചാർ കുറച്ച് നിൽക്കും. പിന്നെ നമ്മൾ അതിലോട്ട് തിളപ്പിച്ചാറിയ വെള്ളം, അധികം ചൂടുള്ള വെള്ളം എടുക്കരുത്, പച്ചവെള്ളം യൂസ് ചെയ്യരുത്, തിളപ്പിച്ചാറിയ വെള്ളം. പിന്നെ നമ്മൾ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവപ്പൊടി ഞാൻ ചെമ്മിയച്ചാറിൽ ഇടുന്നതേ കണ്ടിട്ടുള്ളൂ. ഉലുവപ്പൊടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അപ്പം തന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് കായപ്പൊടിയല്ല, അച്ചാറിന് ആവശ്യമായ കായപ്പൊടി. കാരണം അച്ചാറിനൊക്കെ
എത്രത്തോളം കായപ്പൊടി ഇടുന്നോ അത്രത്തോളം ടേസ്റ്റ് അച്ചാറിന് ഉണ്ടാവില്ല. ഇങ്ങോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മളിതിലോട്ട് എരിവും മധുരമൊക്കെ ഒന്ന് എരിവും പുളിയൊക്കെ ഒന്ന് എന്താ പറയുക ഒരേ ലെവലിലാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പഞ്ചസാര 2.5 സ്പൂൺ പഞ്ചസാര മാത്രം മതി, അതിൽ കൂടുതൽ ഒരിക്കലും ഇടരുത്. അപ്പോൾ അതിൻ്റെ അനിയൻ ടേസ്റ്റ് ചെയ്യാൻ വന്നിന്. എല്ലാ അച്ചാറും ഒന്ന് തന്നെയാണ് ടേസ്റ്റ് ചെയ്യൽ. അപ്പോൾ അടിപൊളി ചെമ്മീൻ അച്ചാറാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു അടിപൊളിയാണ്, കാരണം അവർക്ക് ചെമ്മീൻ കൊടുത്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാനും 2 എടുത്ത് തിന്നുന്നുണ്ട്. അടിപൊളി ചെമ്മീൻ അച്ചാറാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. ഇനി അടിപൊളി റെസിപ്പി വെച്ച് വരുന്നത് വരെ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓനോട് അച്ചാർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ട് സൂപ്പർ എന്നൊക്കെ പറയണ്ട. ഓക്കെ ബൈ.